കാലം കഴിഞ്ഞു പോകും നാമങ്ങൾ ചേർന്നിടുമേ തന്നാമം ഉയർത്തിയിടുവാൻ. ഈ കാലം കഴിഞ്ഞു പോകും നാമങ്ങൾ ചേർന്നിടുമേ തന്നാമം ഉയർത്തിയിടുവാൻ. പൊന്നുനാഥനെ മുത്തം ചെയ്യുവാൻ ആശയരിടുന്നേ തൻ വരവിൻ കാലൊച്ച കേട്ടിടുന്നേ. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായത്തിൽ നിന്നും ഇന്നത്തെ ചിന്തയ്ക്കായി 28-ാം വാക്യം വായിക്കുന്നു. അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം. നിങ്ങൾ അവർക്ക് ഇസ്രയേലിൽ സ്വത്തൊന്നും കൊടുക്കരുത്. ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു. I shall be in regard to their inheritance, that I am their inheritance. You shall give them no possession in Israel, for I am their possession. ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞ മഹത്തായ പുതിയ ആലയത്തിന്റെ ദർശനം യെഹെസ്കേൽ ദർശിക്കുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്ക് കൊടുത്തിരിക്കുന്ന അവകാശത്തെക്കുറിച്ചാണ് 28-ാം വാക്യത്തിൽ വായിച്ചത്. ഇസ്രയേൽ ജനത്തിന്റെ ഇടയിൽ ലേവ്യരായിരുന്ന പുരോഹിതന്മാരാണ് ദൈവാലയത്തിൽ പുരോഹിത ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഭൂമിയിൽ ലേവി ഗോത്രത്തിന് യാതൊരു അവകാശവും നൽകിയിരുന്നില്ല. സംഖ്യാപുസ്തകം 18:20 വായിക്കുന്നു, യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരവകാശം ഉണ്ടാകരുത്, അവരുടെ ഇടയിൽ നിനക്ക് ഒരു ഓഹരിയും അരുത്. ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവുമാകുന്നു എന്ന് അരുളി ചെയ്തു. യോശുവ കനാൻ ദേശം വിഭജിക്കുമ്പോൾ 13:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല എന്ന്. നാം വായിച്ച വാക്യത്തിലും അതേ പ്രമാണമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മിക്ക കലാപങ്ങളുടെയും കൊലപാതകത്തിന്റെയും പിന്നിലുള്ള രഹസ്യം അവകാശവാദവും സ്വത്തിന്റെ അപഹരണങ്ങളുമാകുന്നു. മനുഷ്യർ അവകാശമാക്കേണ്ട ചില സ്വത്തുക്കളെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തായി 19:29 പറയുന്നു, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഭൂമിയിൽ മനുഷ്യന് ചില വർഷങ്ങൾ ജീവിക്കുവാനുള്ള അവകാശം തന്നിട്ടുണ്ട്. മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ അവകാശമാക്കുന്ന യാതൊന്നും അവൻ മരിക്കുമ്പോൾ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഭൂമിയിൽ ബഹുസമ്പന്നനായിരുന്ന ഇയ്യോബ് പറയുന്നത്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ധനവാനെ കുറിച്ചും ഭവനത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നവനെ കുറിച്ചും സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. പൗലോസ് പറയുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്ന്. പ്രിയമുള്ളവരെ, എന്നാൽ നമുക്കൊരു അവകാശം തന്നിട്ടുണ്ട്, അത് നിത്യജീവനാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ എന്ന അവകാശം ലഭിക്കുന്നത്. കൊലോസ്യർ 1:12 പൗലോസ് പറയുന്നത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഈ അവകാശത്തിനായി എന്ത് ചെയ്യണമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത്, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. പത്രോസ് പറഞ്ഞിരിക്കുന്നത് പോലെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ അവകാശം പ്രാപിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ എന്ന അവകാശം പ്രാപിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. വാനഗോളങ്ങളെ ഇനി താണ്ടി ഞാൻ പോയിടും,
ലോകത്തിൽ എൻ പ്രിയനെ കാണും ഞാൻ.